മനുഷ്യൻ മേയ്ക്കാൻ വളരെ റിസ്ക് ഉള്ളതാ. എന്നാൽ ഞാനത് വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നു. ഈ ലൈവിൽ വരുന്ന എന്തൊക്കെ തോന്നിവാസങ്ങൾ എഴുതി വയ്ക്കുന്നു. അവരെയൊക്കെ മേയ്ക്കൂ എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള പണിയാണ്. സത്യമൊന്ന് സോനയാണ് എഴുതി വയ്ക്കുന്നത്. മനുഷ്യരെ മേയ്ക്കുവാണ്, ആ ജോലിയാണ് എനിക്ക്. ശമ്പളം പോലും ഇല്ലാത്ത ജോലി. മനസ്സിലായോ? ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിറങ്ങി ശമ്പളം തരാം. അതാണ് ഞാനിപ്പോൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത്. മനുഷ്യരെ മേയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന രീതിയിലൂടെ എന്നുള്ളത് ഭയങ്കര റിസ്ക്കുള്ള പണിയാണ്. അത് ഞാൻ വളരെ ഭംഗിയായിട്ടും സരളമായിട്ടും ചെയ്യുന്നു, നർമ്മമായിട്ട് ചെയ്യുന്നു. ശരിയാണെന്ന് പറയുന്നു. ചേച്ചി എന്ന് പറയരുതെന്ന് പറഞ്ഞു. പേര് വിളിക്കൂ കുട്ടി. അതെ പ്രിയ ഓജസ്. എന്താ ജോലിന്ന്? ഇത്രയും നാളായിട്ട് നിനക്ക് എന്താ ജോലിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകപൊട്ടനും വിവരദോഷിയാന്നേ ഞാൻ പറയുള്ളൂ. എന്താ ജോലിന്ന്? അതൊക്കെ പോട്ടെ. എനിക്ക് എന്തെല്ലാം കഴിവുണ്ടെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് വരെ? ഒരാളെ കാണുമ്പോൾ ആ ആളിലുള്ള കഴിവുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുത്താൽ അവിടെ നമ്മുടെ കഴിവാണ് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളത് കേൾക്കുക. നമ്മൾ മറ്റൊരാളുടെ കഴിവിനെ ഇങ്ങനെ ഓരോന്നും കണ്ടെടുക്കുമ്പോൾ ആ ആളിൻ്റെ കഴിവുകേടിനെയാണ് അവൾ വിളിച്ചു പറയുന്നത്. ചീത്ത വിളിക്കാൻ കഴിവുണ്ട്, തീർച്ചയായിട്ടും. നീ ആ ചീത്ത മാത്രം കേട്ട് കഴിയുന്നത് കൊണ്ട്, നിനക്കത് മാത്രം മതിയായതുകൊണ്ട് നീ അത് മാത്രം കേട്ട് ജീവിക്കുന്നു. ഞാനല്ല ഉത്തരവാദി. നിന്റെ കാതുകളോട് നീ പറ. മനസ്സിലായോ? നിന്റെ കാതുകളോട് പറയണം, എന്നോടല്ല. മഹാമായ ഇനി ബുക്ക് എഴുതാൻ മടിക്കില്ല. ചീത്ത വിളിക്കാൻ കഴിവുണ്ടെന്ന് നിന്റെ വിവരക്കേട്. കാരണം നിന്റെ മനസ്സ് മൊത്തം അതാണ്. അതല്ലാതെ നിനക്ക് ഈ ലോകത്തു നിന്നും ഒന്നും എടുക്കാനുള്ള ബുദ്ധിയില്ല, കഴിവില്ല. എന്നാൽ വേറെ ആൾക്കാർ ഇങ്ങോട്ട് കഴിവുള്ളവർ അവരോട് അവരുടെ ബുദ്ധിയൊക്കെ ഇനി ഇപ്പോൾ കാണാം. എനിക്ക് എന്തെല്ലാം കഴിവുണ്ടെന്ന് ആർക്കൊക്കെ ഇവിടെ ബുദ്ധിപരമായിട്ട് പറയാൻ കഴിയും? അവിടെ നിങ്ങൾ എൻ്റെ കഴിവ് കണ്ടെടുക്കുമ്പോൾ നിങ്ങളുടെ യുക്തിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അവിടെ നിങ്ങളാണ് മികച്ചവരാകുന്നത്. മനസ്സിലായോ? പറഞ്ഞ എന്തെല്ലാം കഴിവ് നിങ്ങൾ എന്നിൽ കണ്ടിട്ടുണ്ട്? പാട്ട് പാടും, കറക്റ്റ്. അതാണ് ബുദ്ധി. ഒരാൾ എഴുത്തെന്ന് പറയുന്നത് ശ്രീനിവാസ് ഡി, കറക്റ്റ്. എഴുത്ത് കണ്ടോ? പാട്ട് പാടുമെന്ന് പറയുന്നു, എഴുത്തെന്ന് പറയുന്നു, പാടാനുള്ള കഴിവുണ്ട്. എഴുത്തെന്ന് പറയുന്നു, കണ്ടോ? ഇതാണ്. അപ്പോൾ ഓരോരുത്തരും എന്താണോ മനസ്സിലാക്കി വെക്കുന്നത്, ഡാൻസ് കളിക്കാനുള്ള കഴിവ് കണ്ടോ? ഗീതാഞ്ജലി പറയുന്നു, ഒരു മനുഷ്യനിൽ അവർ കണ്ടെടുക്കുന്ന കഴിവുകളാണിതെല്ലാം. അവർ ഡാൻസ് എന്ന് പറയുന്നു. നിങ്ങളവിടെ എന്താണോ എഴുതി വയ്ക്കുന്നത് അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ചിത്രരചന,